നമസ്കാരം. ജീവിതത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ ശരിയായ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ സാഹചര്യങ്ങൾ ഒന്ന് മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരിടത്തായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ ഇപ്പോഴുള്ള ഇടമാണ് നിങ്ങളുടെ പ്രവേശന കവാടം. നിങ്ങൾക്ക് പ്രധാന മാറ്റങ്ങൾ വരുത്താനുള്ള സമയം ഈ നിമിഷമാണ്. മാറ്റങ്ങളിലൂടെ ഒരു പുതിയ ഭാവി സൃഷ്ടിക്കാനായി ദി എനർജി വോർട്ടെക്സ് എന്ന ശക്തമായ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് കബീറിൻ്റെ വാക്കുകൾ ഓർക്കാം. അദ്ദേഹം പറഞ്ഞു, "വെറെവർ യു ആർ ഇസ് ദി എൻട്രി പോയിൻ്റ്" എന്ന്. നിങ്ങൾ എവിടെയാണോ അവിടെയാണ് പ്രവേശന കവാടം. ഈ വാക്കുകൾ വളരെ ലളിതമായി തോന്നുമെങ്കിലും ഇതിൽ ജീവിതത്തെക്കുറിച്ചുള്ള അഗാധമായ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം നിൽക്കുന്ന ഇടം ശരിയല്ലെന്ന് നമുക്ക് തോന്നാം. ഞാൻ മറ്റൊരിടത്തായിരുന്നെങ്കിൽ, എൻ്റെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചമായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഊർജം ചോർത്തുകയും മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമ്മെ തളച്ചിടുകയും ചെയ്യുന്നു. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ പദ്ധതി എത്രത്തോളം പൂർണ്ണമാണെന്ന് തിരിച്ചറിയാനാണ് കബീർ നമ്മളോട് പറയുന്നത്. യാദൃശ്ചികമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും ഓരോ വെല്ലുവിളിയും നിങ്ങളെ ഇന്നത്തെ ഈ നിമിഷത്തിലേക്ക്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനായി കൃത്യമായി രൂപകൽപ്പന ചെയ്തതാണ്. നിങ്ങൾ വൈകിപ്പോയിട്ടില്ല. നിങ്ങൾ തെറ്റായ സ്ഥലത്തുമല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഏറ്റവും ശരിയായ സമയത്ത് ഏറ്റവും ശരിയായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു വലിയ തിരിച്ചുവരവിനോ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പുതിയ തുടക്കത്തിനോ വേണ്ടി നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകേണ്ടതില്ല. മറ്റൊരു സമയത്തിനായി കാത്തിരിക്കേണ്ടതുമില്ല. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ, അറിവ്, ശക്തി, ബലഹീനതകൾ, ഇതെല്ലാമാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രവേശന കവാടം. ഇന്നത്തെ ഉദ്ധരണിയിൽ നമ്മൾ കേട്ട വാക്കുകൾ പറഞ്ഞ മഹാനായ കബീർ 15-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന കാലത്തെ അതിജീവിച്ച ഒരു മിസ്റ്റിക്കൽ കവിയും ദിവ്യനുമായിരുന്നു. മതങ്ങളുടെയും ജാതിയുടെയും അതിർവരമ്പുകൾക്ക് അതീതമായി ചിന്തിച്ച ഒരു വലിയ ദാർശനികനായിരുന്നു അദ്ദേഹം. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവികമായ ചൈതന്യം ഉണ്ടെന്നും അത് തിരിച്ചറിയാൻ സ്നേഹവും ലാളിത്യവും മാത്രം മതിയെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്കിപ്പുറവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനവും വഴികാട്ടിയുമായി നിലകൊള്ളുന്നു. നമ്മൾ ഇന്നത്തെ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത്രയും കാലം നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയ ഭാരങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. മെഡിറ്റേഷനിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളെയും ഭയങ്ങളെയും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഓർമ്മകളെയും ഓരോന്നോരോന്നായി സങ്കല്പിച്ച് ചെറിയ ഭാണ്ഡങ്ങളാക്കി അവയെ ഒരു വലിയ ചാക്കിലാക്കി മുറുക്കിക്കെട്ടണം. അതിനുശേഷം മറ്റൊരു തുറസായ സ്ഥലത്ത് ആളിക്കത്തുന്ന ഒരു അഗ്നികുണ്ഡം നിങ്ങൾ മനസ്സിൽ കാണണം. അവിടേക്ക് ചെന്ന് നിങ്ങളുടെ സർവശക്തിയുമെടുത്ത് ആ ചാക്ക് തീയിലേക്ക് വലിച്ചെറിയണം. എന്നിട്ട് ആ ഭാരങ്ങളെല്ലാം കത്തിച്ചാമ്പലാകുന്നത് മനസ്സിൽ ചിത്രീകരിക്കണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ ഭാവിയിലേക്കുള്ള പ്രവേശന കവാടമായ എനർജി വോർട്ടെക്സിലേക്ക് കടക്കണം. മനോഹരമായ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വർണ്ണപ്രകാശമായിട്ടാണ് വോർട്ടെക്സിനെ സങ്കല്പിക്കേണ്ടത്. അത് നിങ്ങളുടെ മൺമറഞ്ഞു പോയ പൂർവികരുടെ സ്നേഹം നിറഞ്ഞ ലോകമാണ്. ആ ഗർഭഗൃഹം പോലെയുള്ള ഊർജ്ജച്ചുഴിയിൽ നിങ്ങളെ എന്നും സ്നേഹിക്കുന്ന വലിയൊരു ഊർജ്ജ സ്രോതസ്സുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കും. അവിടെ നിങ്ങൾക്കായി കാത്തു നിൽക്കുന്ന നിങ്ങളുടെ പൂർവികരെയും പ്രിയപ്പെട്ടവരെയും നിങ്ങൾ മനസ്സിൽ കാണും. അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം നിങ്ങൾ എനർജി വോർട്ടെക്സിൻ്റെ പുറത്തോട്ട് വരും. ഈ പറഞ്ഞതെല്ലാം സിനിമാറ്റിക് ഇഫക്റ്റോടു കൂടി കാണാൻ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ചിന്തകളും വികാരങ്ങളും അതുമായി ബന്ധപ്പെട്ട പാറ്റേണുകളും മാറിത്തുടങ്ങും. അവസാനമായി ഈ അനുഭവം നിങ്ങളെ പുതിയൊരു മനുഷ്യനായി ജീവിതത്തിലേക്ക് തിരികെ വരാൻ സജ്ജരാക്കും. മെഡിറ്റേഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഏറ്റുവാങ്ങിയ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും കൂടെ ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നൽ വരികയും ചെയ്യും. ഈ മനോഹരമായ പ്രക്രിയയ്ക്കായി നിങ്ങളുടെ മനസ്സ് തയ്യാറെടുക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ നാളം തെളിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു നേരിയ ജിജ്ഞാസയും നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സിൻ്റെ ഏതോ ഒരു ഭാഗത്തിന്
ഇതിനകം തന്നെ അറിയാം ഈ യാത്ര എത്രത്തോളം ആഴത്തിലുള്ളതും സുഖകരവും ആയിരിക്കുമെന്ന്. ആ അറിവിലേക്ക്, ആ അനുഭവത്തിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ശാന്തമായ ഒരിടത്ത്, നിങ്ങളെ ആരും ശല്യപ്പെടുത്തില്ലെന്ന് ഉറപ്പുള്ള ഒരിടത്ത് സുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. വളരെ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വയർ മെല്ലെ ഉയരുന്നതും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലാകുന്നതും അറിയുക. വീണ്ടും ദീർഘമായി ശ്വാസമെടുത്ത് സാവധാനം പുറത്തുവിടുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ കൂടുതൽ വിശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ തല മുതൽ കാൽ വിരലുകൾ വരെ കൊണ്ടുവരിക. ശരീരത്തിലെ ഓരോ ഭാഗവും പൂർണ്ണമായി വിശ്രമിക്കുന്നതായി സങ്കൽപ്പിക്കുക. ആദ്യം തലയുടെ മുകൾ ഭാഗം വിശ്രമിപ്പിക്കുക. നിങ്ങളുടെ നെറ്റിയിലെ ചുളിവുകൾ നിവരട്ടെ. കൺപോളകൾക്ക് ചെറുതായി ഭാരം അനുഭവപ്പെടട്ടെ. താടിയെല്ലുകൾ അയയട്ടെ. കഴുത്ത്, തോളുകൾ, കൈകൾ, നെഞ്ച് എല്ലാം കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയുടെ ആഴങ്ങളിലേക്ക് ചെന്നെത്തട്ടെ. ഈ ഭാഗങ്ങളിലുള്ള മാംസപേശികൾ ഓരോന്നോരോന്നായി അയഞ്ഞ് അയഞ്ഞ് ഒരു സുഖകരമായ വിശ്രമാവസ്ഥയിലേക്ക് നിങ്ങൾ വഴുതി വീഴുകയാണ്. ഈ വിശ്രമാവസ്ഥ നട്ടെല്ലിലൂടെ കീഴോട്ട് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ വയറിലുള്ള എല്ലാ മാംസപേശികളും വിശ്രമിപ്പിക്കുന്നുണ്ട്. വയറിലുള്ള ഓരോ അവയവവും കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയുടെ ആഴങ്ങളിലേക്ക്. കീഴോട്ട് അരക്കെട്ടിലേക്കും തുടകളിലേക്കും ഇറങ്ങിച്ചെന്ന് തുടകളിലുള്ള മസിലുകൾ becoming loose, flexible and relaxed. കാൽമുട്ടുകളും
കണംകാലുകളും പൂർണ്ണമായി വിശ്രമിച്ചുകൊണ്ട് അങ്ങനെ കീഴോട്ട് പാദങ്ങൾ വരെ റിലാക്സിങ് യുവർ സോൾസ്. ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗവും വിശ്രമിച്ച് വിശ്രമിച്ച് യു ഫീൽ ഡീപ്ലി റിലാക്സ്ഡ്. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ശാന്തരാണ്, സുരക്ഷിതരാണ്. ഇത്രയും കാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന, നിങ്ങളെ അലട്ടുന്ന ആ വെല്ലുവിളിയെക്കുറിച്ച് ഓർക്കുക. ചില കാര്യങ്ങൾ നടക്കണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ, സംശയങ്ങൾ, ഭയങ്ങൾ, മറ്റുള്ളവരുടെ വാക്കുകൾ, അവയെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടായ നിരാശ, ആത്മവിശ്വാസക്കുറവ്, അങ്ങനെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എന്തെല്ലാമുണ്ടോ അവയെല്ലാം അറിയുക. ഇപ്പോൾ ഇവ ഓരോന്നിനെയും, ഓരോ ഭാരത്തെയും, ഓരോ ഓർമ്മയെയും ഓരോന്നായി എടുത്ത് ചെറിയ ഭാണ്ഡങ്ങളാക്കി കെട്ടുക. ഓരോ വിഷമത്തെയും പ്രത്യേകം പ്രത്യേകം കാണണം. വെരി ഗുഡ്. അവസാനം ആ ഭാണ്ഡങ്ങളെല്ലാം ഒന്നിച്ചാക്കി ഒരു വലിയ ചാക്കിനുള്ളിലേക്ക് മാറ്റാൻ സമയമായി. മനസ്സിലെ ഓരോ സംശയവും, ഓരോ ഭയവും, ഓരോ കുറ്റപ്പെടുത്തലുകളും, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഓർമ്മകളും, ഈ ഭാണ്ഡങ്ങളെല്ലാം ഓരോന്നായി എണ്ണി എണ്ണി ആ വലിയ ചാക്കിലേക്കിടുക. അതിനുശേഷം ആ ചാക്കിൻ്റെ വായ നിങ്ങളുടെ സർവശക്തിയുമെടുത്ത് വരിഞ്ഞു മുറുക്കി കെട്ടുക. നല്ലപോലെ മുറുക്കി കെട്ടിയാൽ ഈ ഭാരങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല. എക്സലൻ്റ്. ആ ചാക്കുമെടുത്ത് നിങ്ങളിപ്പോൾ വിശാലമായ തുറസ്സായ ഒരു സ്ഥലത്തേക്ക് നടന്നെടുക്കുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ മുന്നിൽ വലിയൊരു അഗ്നികുണ്ഡം ആളിക്കത്തുന്നുണ്ട്. അതിൻ്റെ നേരിയ ചൂട് നിങ്ങളുടെ മുഖത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഈ തീ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളെയും കത്തിച്ചു കളയാൻ
ശേഷിയുള്ള ശുദ്ധീകരണത്തിൻ്റെ പുണ്യാഗ്നിയാണ്. ഇനി 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർവശക്തിയുമെടുത്ത് ശരീരത്തിനൊരു കുലുക്കം നൽകിക്കൊണ്ട് ആ ഭാരങ്ങളുടെ ചാക്ക് അഗ്നിയിലേക്ക് വലിച്ചെറിയുക. അതോടെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും ആ അഗ്നിയിൽ വീണ് കത്തിച്ചാമ്പലാകും. തയ്യാറാവുക. 1, 2, 3. ശരീരം ഒന്ന് ആഞ്ഞുകൊണ്ട് ആ ചാക്ക് തീയിലേക്ക് എറിയുക. വെരി ഗുഡ്. ആ ചാക്ക് തീയിൽ വീണ് കത്തിയമരുന്നത് കാണുക. അല്പം മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ തടസ്സങ്ങളും ചാരമായി മാറുന്നു. അതിൻ്റെ പൊട്ടിത്തെറി നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ചൂട് അറിയുന്നുണ്ട്. അതോടൊപ്പം മനസ്സിലെ ഭാരങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ആശ്വാസം, ആ സ്വാതന്ത്ര്യം ആഴത്തിൽ അനുഭവിച്ചറിയുക. എല്ലാം കത്തിച്ചാമ്പലായി കഴിഞ്ഞിരിക്കുന്നു. ആ ശുദ്ധീകരണത്തിൻ്റെ ചൂടിൽ നിന്ന് സാവധാനം തിരിഞ്ഞു നടക്കുക. ഭാരങ്ങൾ ഒഴിഞ്ഞപ്പോൾ നിങ്ങളുടെ നടത്തത്തിന് വേഗതയും ശരീരത്തിന് ഭാരക്കുറവും അനുഭവപ്പെടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ വിജനമായ ഒരു സ്ഥലത്തേക്ക് നടന്നെടുക്കുകയാണ്. അവിടെ നിങ്ങളുടെ മുൻപിലായി മനോഹരമായ ഒരു വർണ്ണപ്രകാശം ഒരു ചുഴി പോലെ കറങ്ങുന്നത് കാണുക. അതാണ് ദി എനർജി വോർട്ടെക്സ്. നിങ്ങളുടെ ഊർജച്ചുഴി, നിങ്ങളുടെ പുതിയ ഭാവിയിലേക്കുള്ള പ്രവേശന കവാടം. അതിൽ നിന്ന് സ്നേഹവും സമാധാനവും പ്രവഹിക്കുന്നുണ്ട്. അത് നിങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്, മാടി വിളിക്കുകയാണ്. നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്ന വാതിലാണിതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഈ ഊർജച്ചുഴി മൺമറഞ്ഞു പോയ നിങ്ങളുടെ പൂർവികരുടെ സ്നേഹം നിറഞ്ഞ ലോകമാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിച്ച നിങ്ങളുടെ പൂർവികർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച, ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർ അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. മൺമറഞ്ഞുപോയ നിങ്ങളുടെ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയെയോ
മുത്തശ്ശി മുത്തശ്ശന്മാരെയോ, അതുമല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുന്ന പ്രിയപ്പെട്ട ആരെങ്കിലുമോ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അവരുടെ പ്രകാശം നിറഞ്ഞ മുഖത്തേക്ക് നോക്കൂ. അവരുടെയെല്ലാം തുടർച്ചയാണ് നിങ്ങൾ. അവരുടെ സ്വപ്നങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലമാണ് നിങ്ങൾ എന്ന് തിരിച്ചറിയുക. ഇനി 3 നിന്ന് പിന്നോട്ട് 1 വരെ എണ്ണുമ്പോൾ 1 എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ചുഴിയിലേക്ക് പ്രവേശിക്കും. അതൊരു ഗർഭഗൃഹം പോലെ സുരക്ഷിതവും സ്നേഹം നിറഞ്ഞതുമായ ഒരിടമാണ്. തയ്യാറാവുക. 3, 2, 1. ഇപ്പോൾ നിങ്ങൾ ആ വോർട്ടെക്സിലേക്ക്, ആ പ്രകാശ ചുഴിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായും അതിനുള്ളിലാണ്. അവിടെ എല്ലാവരും നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവരുടെ മുഖത്തേക്ക് നോക്കൂ. നിങ്ങൾ അവരുടെ എല്ലാം തുടർച്ചയാണ്. സ്നേഹത്തിൻ്റെ പരിശുദ്ധമായ പ്രകാശത്താൽ നിങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിക്കാനായി ഒരുപാട് പേർ. അവരുടെ മുഖത്തെ ആ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി കാണുക. ആ സ്നേഹം നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുക. അവർ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. അത്ഭുതങ്ങൾ നിറഞ്ഞ ആ പ്രകാശകിരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും പ്രവഹിക്കുന്നത് അനുഭവിച്ചറിയുക. അവരുടെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മൃദുവായി മന്ത്രിക്കുന്നു. ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. ഭയപ്പെടേണ്ട. ഇനിയെല്ലാം വേണ്ടതുപോലെ നടക്കും. അവരുടെ സ്നേഹസ്പർശനം നിങ്ങളുടെ ശിരസിൽ അറിയുക. ആ ഊഷ്മളത നിങ്ങളുടെ സിരകളിലേക്ക് പടരട്ടെ. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഈ അനുഭവം ഏറ്റവും യാഥാർത്ഥ്യമാക്കുക. ഇപ്പോൾ അവർക്ക് വാക്ക് കൊടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ആദ്യത്തെ ചുവട്, ഫസ്റ്റ് സ്റ്റെപ്പ്,
എന്തായിരിക്കും എന്ന് അവരോട് മനസ്സുകൊണ്ട് പറയുക. നിങ്ങളുടെ വാക്കുകൾ കേട്ട് അവർ കൂടുതൽ സന്തോഷിക്കുന്നു. നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവരോട് നന്ദി പറയുക. ഇനി തിരികെ വരാനുള്ള സമയമായി. ഇനി 4, 5, 6 എന്ന് എണ്ണുമ്പോൾ നിങ്ങൾ പൂർവികരുടെയെല്ലാം അനുഗ്രഹങ്ങളോടെ പുതിയൊരു മനുഷ്യനായി ഈ ലോകത്തേക്ക് തിരികെ വരും. തയ്യാറാവുക. 4, 5, 6. സാവധാനം ആ പ്രകാശമാകുന്ന ഊർജച്ചുഴിയിൽ നിന്ന് പുറത്തേക്ക് വരിക. ഈ നിമിഷത്തിലേക്ക്, ഇപ്പോൾ ഉള്ള ഇടത്തേക്ക്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കൂടുതൽ തെളിച്ചം വന്നതുപോലെ. ഇതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ഓരോ കോശത്തിലും സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്പന്ദനങ്ങൾ അനുഭവിക്കുക. ഇതുവരെ അനുഭവിക്കാത്ത ഒരു ഊഷ്മളത നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിറയുന്നതായി അറിയുക. നിങ്ങൾ നിങ്ങളുടെ പ്രവേശന കവാടം കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായും അനുഗ്രഹീതരാണ്. ഓരോ ആഗ്രഹവും സാക്ഷാത്കരിക്കാൻ ശേഷിയുള്ള പുതിയൊരു ലോകം നിങ്ങളുടെ മുന്നിൽ തുറന്നിരിക്കുന്നു. ഈ ആത്മവിശ്വാസത്തിലും ശാന്തതയിലും അല്പനേരം കൂടി തുടരുക. പൂർണ്ണമായും തയ്യാറാകുമ്പോൾ മാത്രം വളരെ സാവധാനം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. വെൽക്കം ബാക്ക്. ദി എനർജി വോർട്ടെക്സ് എന്ന പ്രോസസ്സ് നന്നായി ചെയ്യാൻ കഴിഞ്ഞുവല്ലോ അല്ലേ? ഈ പ്രക്രിയയെ ഒരിക്കലും ഒരു അന്ധവിശ്വാസമായോ മന്ത്രവാദമായോ കാണരുത്. മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ തന്നെ കഴിവുകളെ ഉപയോഗിക്കുന്ന ശക്തമായ ഒരു സൈക്കോളജിക്കൽ ടൂളായാണ് ഇതിനെ സമീപിക്കേണ്ടത്. നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല, ചിത്രങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും കൂടിയാണ്. ഈ പ്രക്രിയയിൽ നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെയും സംശയങ്ങളെയും ഒരു സാങ്കല്പിക ചാക്കിലാക്കി പുറന്തള്ളുമ്പോൾ നാം ചെയ്യുന്നത് കഥാർസിസ് എന്ന മാനസിക ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു വൈകാരിക വിടുതലാണ്. അതുപോലെ ഊർജ്ജച്ചുഴി എന്നത് ഒരു മാന്ത്രിക ലോകമല്ല. അത് പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറെടുക്കുന്ന ഒരു ഫോക്കസ്ഡ് സ്റ്റേറ്റാണ്. അവിടെ നാം കാണുന്ന പൂർവികർ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അറിവിൻ്റെയും കഴിവിൻ്റെയും പ്രതീകങ്ങളാണ്. നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണർത്താനുള്ള ഒരു മാർഗവും ആണ്. അതുകൊണ്ട് തുറന്ന മനസ്സോടെ ഒരു വ്യക്തിപരമായ പരീക്ഷണം പോലെ ഇതിനെ സമീപിക്കുക. നിങ്ങളുടെ ഭാവനയും ചിന്തകളും വികാരങ്ങളും ഉപയോഗിച്ച് ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശക്തമായ ഒരു പരിശീലനമാണിത്. എന്തായാലും ഈ പ്രോസസ്സിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. എല്ലാ വിവരങ്ങളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.